ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൈറ്റസ് വ്ലോഗ്. ഇന്ന് എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ അമ്മായിയൊക്കെ വന്നിട്ട് ഇപ്പം നമ്മളെല്ലാവരും കൂടി കാറിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചാൽ നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഇത്തിരിയൊക്കെ അടുത്ത് തന്നെ ആയിട്ട് ചായ ലാബ് കൊണ്ട് പുതിയൊരു ഷോപ്പ് പോലെ ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ആക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാൽ ഇവിടെ ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാം നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും. പിന്നെ ഒരു പാർക്കൊക്കെ പോലെ, കളിക്കാനൊന്നുമില്ല, ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിനെപ്പറ്റി എന്താ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ രാത്രി ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒക്കെ പറ്റിയൊരു നല്ല സ്പേസാണ്. പിന്നെ അവിടെ ഒരു സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, ഇതിനെ പറ്റിയത് അവർ ഇങ്ങനെ പാട്ടൊക്കെ വെക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇതൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ടും കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്താണ് കേട്ടോ. ഇച്ചൊക്കെ അവിടെ ഇവിടെ ഓടിക്കളിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലാണ് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞാൽ അവിടെ പോയാൽ നമുക്കിങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ തോന്നും ഫ്രണ്ട്സ്. അത്ര നല്ല രസമാണ്, നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല, അത്രയും നല്ല രസമാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലമായില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടേക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലമൊക്കെ കാണുന്നതായിരിക്കും കേട്ടോ ഇനി. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ആ കേക്ക് മുറിക്കാൻ ഇത്തിരി നല്ല നെർവസ് ആയിട്ടിരിക്കാം ഫ്രണ്ട്സ്. അവിടെ കുറച്ച് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക് പറയാം ഇങ്ങനെ നമ്മൾ കൈയൊന്നും കൊട്ടണ്ട, പാട്ടൊന്നും പാടണ്ട, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ കേക്ക് മാത്രം മുറിച്ചാൽ മതി എന്നൊക്കെയാണ് ഇക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫാമിലിയോടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോകണ്ട. അപ്പോൾ നമുക്ക് അടുത്ത കൺഫ്യൂഷൻ എവിടെ നിന്നാണ് നമ്മളിങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഫുൾ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ സംസാരിക്കൊന്നും കേൾക്കില്ല, നമ്മൾ കേക്ക് മുറിക്കണം, ആരും കാണില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു നീളത്തിലുള്ള ടേബിളായിരുന്നു കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റിയത്. അപ്പോഴാണ് നോക്കിയപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഒരു പെട്ടി ഷേപ്പിലുള്ള ചെറിയ ടേബിൾ ഉണ്ടായിരുന്നുണ്ടോ. ഭാഗ്യം, നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിനുണ്ട് ആൾക്ക് കിട്ടി. ആ ഒരു ടേബിൾ മാത്രമേ മീൻസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മായിയും മാമയും കൂടിയിട്ട് അത് നമ്മൾക്ക് അതിൽ വെച്ച് കേക്ക് മുറിക്കുക, ഈ ഒരു സൈഡിൽ വെച്ച് ആ സ്പീക്കറൊക്കെ വെച്ചതിന് മുമ്പത്തെ വെച്ച് നമുക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അമ്മായിയും മാമയ്ക്ക് അത് എടുക്കാൻ പോയിക്കാൻ കേട്ടോ. നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് ഇനി കേക്ക് മാത്രം സെറ്റാക്കി മതി, അത് നമ്മുടെ സെലിബ്രേഷൻ ഉണ്ടാവും. ഇക്കാണെങ്കിൽ കണ്ടില്ലേ ഫ്രണ്ട്സ്, എങ്ങനെ ഇപ്പോൾ എല്ലാവരും മുമ്പുറത്ത് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കുകയാണ്. അതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഫ്രണ്ട്സ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കേക്കായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ സെറ്റാക്കി. പക്ഷേ ഫ്രണ്ട്സ്, ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇക്ക പറഞ്ഞ പോലെ നമ്മളും കൈയൊന്നും കെട്ടണ്ട, ജസ്റ്റ് കേക്ക് മാത്രം മുറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. ബട്ട് ഫ്രണ്ട്സ്, ഇവിടെ പാട്ടിടുന്നവർ കറക്റ്റ് കേക്ക് മുറിക്കുന്ന ടൈമിൽ ഹാപ്പി ബർത്ത്ഡേ സോങ് കേട്ടോ. പക്ഷെ നമ്മൾ ആ സോങ് ഒക്കെ ഒന്ന് ശരിക്കും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നോർമലായിട്ട് ഇങ്ങനെ സോങ് കോളുണ്ട്, അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ആരും. നമുക്ക് അത് കേക്ക് മാത്രം കട്ട് ചെയ്ത് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിരുന്നത്. ബട്ട് അവർ കറക്റ്റ് ടൈമിലേക്ക് പാട്ടൊക്കെ വെച്ച് നമ്മൾ നല്ലപോലെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടോ. എല്ലാവരും നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കൊക്കെ മുറിക്കണത്. ഇപ്പോൾ ഞങ്ങൾക്കാണ് ഒരു സർപ്രൈസ് ആയത്. ഞങ്ങളങ്ങനെ പാട്ട് വെച്ചതും ഞങ്ങൾക്ക് ചെറിയും വരെ കേക്ക് മുറിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. To you, happy birthday to you, happy birthday, happy birthday, happy birthday to you, happy birthday to you, happy birthday to ഫസ്റ്റായി, കാരണം നമ്മൾ 1-ാം തീയതി തുടങ്ങിയിട്ടുള്ളത്, ഫസ്റ്റ് നിങ്ങൾക്കാണ് ആയിട്ടുള്ളത്.
പറഞ്ഞിട്ടാ ഒരാൾ ഫോട്ടോ എടുത്തത് നല്ല ഫോട്ടോ പാട്ടൊക്കെ വെച്ചില്ല പേരിപ്പാണ് ഇത് അങ്ങോട്ട് കൂടെ നടക്കും. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന ശേഷം ചായ കൊണ്ടൊരു ചായ കുടിച്ചു. ഞാനും പിന്നെ കേക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തത്. എനിക്ക് പിന്നെ എവിടെ പോയാലും ഈ ചോക്ലേറ്റ് ഷേക്കേ ഉള്ളൂ, നമുക്ക് അത് വിട്ടൊന്നും വേറെ പണിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിത് അമ്മച്ചൊക്കെ ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കുടിച്ചത് പിന്നെ കുറേ നേരം നമ്മളവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സമയം പോകണത് അറിയില്ല, അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. നമ്മൾ അതൊക്കെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല സ്ഥലമാണ് ഈ ചായ ലാബ്. ആയിരിക്കും കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടേക്ക് വരാം. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മേഴ്സി കോളേജിൻ്റെ അടുത്തായിട്ടുള്ള ചക്കാന്തറയിലാണ് കേട്ടോ. നല്ലൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വന്ന് കേക്ക് ഒക്കെ മുറിക്കാം. നല്ല രസമാണ് കേട്ടോ. എനിക്ക് പറയണ്ടായിരിക്കും സ്മൈലാട്ട് സ്മൈലാട്ട് സന തിരിയടി ചക്കനെ. ഫോട്ടോ അല്ല കേട്ടോ, വീഡിയോ ആണ്. That's my beautiful mom. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇച്ചു വേണമെങ്കിൽ പാർക്ക് കളിക്കണം വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു നൈറ്റ് ലൈഫിലേക്ക് പോയി. എന്നിട്ട് അവനെ കുറച്ച് നേരം അവിടെ കളിക്കാൻ വിട്ടു കേട്ടോ. ഒന്നാമത് രാത്രി നല്ല ടൈം ആയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇച്ചിനെ കളിക്കാനൊക്കെ വിട്ടു. ഇതിൻ്റെ ഫ്രണ്ട്സ് ഇക്കാക്ക് നമ്മൾ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്ക നമുക്കൊരു സർപ്രൈസ് തന്നു. നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ടായി ഫ്രണ്ട്സ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതിന് നേരെ ഇൻഡോസിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുമല്ലോ. സമയം 11:14. ഇവിടെ പാർക്കിൽ ആരുമില്ല, അത് മാത്രമേ ഉള്ളൂ, വേറെ ആരും മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇവരുണ്ടൊരു അങ്ങോട്ട് കൊണ്ട് ഫോട്ടോ എടുത്ത് വെക്കണം കൂടുക. പോടി പോ. മയണൈസ് ആണോ മേലിന്ന് കിട്ടും. അതാ ഷുഗർ കട്ട്. നമ്മൾ കറങ്ങാൻ സമയം എന്താ 11:36 സമയം. അതേ കൂടെ ഞാനൊരു ക്ലീനപ്പും ചെയ്തു. അയ്യോ കാട്ടിന് വേണ്ട ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയോ? ഉള്ളമതി
എനിക്ക് ആ പാനം കാണുമ്പോഴേ പേടിയാവുന്നു. ശനി എങ്ങനെയുണ്ട്? സൂപ്പർ. റോഡ് അഞ്ച് പനി കൂട്ടി റോഡ് സൈഡ് തുടങ്ങി. രാത്രി 1 മണിയൊക്കെ കുട്ടി പേടിക്കുന്നു. ശനി പേടിക്കുന്നില്ല. പിന്നെ നമ്മളെ ഒരു പ്രേതോടി നമ്മൾ ആര് പിടിക്കാന് പോണു. തിരിച്ചു പോകാനൊക്കെ റൗണ്ട് തന്നെ പറഞ്ഞു. പേടിക്കുന്ന സ്ഥലത്തേക്ക് പോക്കോ. നല്ല പേടിയാവുന്നു. ഇറങ്ങണ്ട സമയം നോക്ക്. മലമ്പുഴ അടച്ചു വെച്ചിക്കല്ലേ. രാത്രിയായി 12 മണി. എവിടെ മലമ്പുഴ? നോക്കുതാ മലമ്പുഴ. ഇതാ മലമ്പുഴ. മലമ്പുഴ എത്തി 1 മണിക്ക്. എത്രയും സമയം? 12 മണി. അങ്ങനെ കൊല്ലം കൊണ്ട് വന്ന പകൽ സമയത്ത് ഇവിടെ മനുഷ്യണ്ടാവില്ല. ഇത് രാത്രി 1 മണിക്ക്. ഞങ്ങൾ 1 മണിക്ക് ഇവിടെ എത്തിയല്ലോ. പഠിച്ചവന് ഈ സ്പീഡ് വേറെ പോണം. നിങ്ങൾ ചാടി അവിടെ വേറെ അടച്ചിരിക്കുന്നു. ഒരാളിട്ടാ ശരിക്കും എല്ലടി അത് ചെടിയാണിട്ടാ. പ്രേതം പോലെ ഉണ്ടിട്ടെന്നാ. കാണുന്നുണ്ടില്ല. അതിനെ കണ്ടിട്ട് ശരിക്കും ഒരാൾ വരികയാണ് വിചാരിച്ച്. ആ ചെടി കാണുന്നുണ്ട്. വലിയ മരം കണ്ടാ. നമ്മൾ അറ്റത്ത് നിന്ന് നോക്കുമ്പോ ഒരാൾ നിക്കണ പോലെ എത്തിയല്ലോ. ഇത് ഏതൊരു കാടിന്റെ അമ്മോ. നമ്മളെങ്ങനെ ചുറ്റി വീടെത്തുമായിരിക്കും. അവർക്കറിയും വഴി പേടിപ്പിക്കണം. ഇവര് നമ്മളെ പറ്റിക്കുമായിരിക്കുവോ? അതൊന്നും പോകില്ല. നീ എനിക്കറിയും. അയ്യോ സമയം എത്രയായി? സമയം ഫോണ് കളിക്ക്. 12 മണി. ഇവിടെ കറക്റ്റ് പ്രേതം വരുന്ന സമയം. അത് പ്രേതമാണെങ്കിലോ? 12 ഒരാളുണ്ട്. ഞാനാ ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ഇറങ്ങാൻ പുലിക്കുട്ടിയാ. അതാ നായ്ക്കുട്ടി. നല്ല ഫുള്ള് ഇട്ടിട്ടാ പേടിയാവും കണ്ടാല്. നമ്മ മൈസൂർ പോയത് അങ്ങനെ പോണം. കാട്ടിക്കൂടെ തുറക്കാനും കിട്ടി. പാരിസൊക്കെ എന്തെങ്കിലും വരണ്ടല്ലോ ഇറങ്ങിയിട്ട്. ആളില്ലാത്ത സ്ഥലം കേറി പാരിച്ചേ. ട്രെയിന് വരും. ട്രെയിന് കാണും. അതാ ട്രെയിൻ. നിക്ക് നമ്മുടെ ആൾക്കാരുണ്ട്. ഇത്ര നേരം ടെൻഷനായിരുന്നു. ഇപ്പൊ ആൾക്കാരുണ്ട്. പാടാ നീ വെറുതെ എന്നെ പേടിപ്പെടുത്തണം. സ്ഥലം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ നൈറ്റ് ഡ്രൈവ് ഒക്കെ ഇനി ഇവിടെ കൊണ്ട് നമ്മുടെ ഒന്നും അവസാനിച്ചില്ല. നാളെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്കായി ഞാൻ വരുന്നതൊക്കെ അപ്പോൾ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ച് നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.